സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന വാർത്ത ഇപ്പോൾ നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നിഖിൽ, സന്ദീപ് തീരുമാനം അറിയിച്ചോ അതോ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണോ? കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദീപ് വാര്യരുമായി കൂടിക്കാഴ്ച നടത്തുകയും സന്ദീപ് വാര്യരുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി സന്ദീപ് വാര്യർക്കുള്ള ഉപാധികൾ മുന്നോട്ടെടുത്തിരുന്നു. ആ ഉപാധികൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് BJP നേതൃത്വവുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടഞ്ഞു നിന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഒറ്റപ്പാലം സീറ്റ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം സീറ്റ്, ഇതുമാത്രമല്ല മറ്റു ചില പാർട്ടി സ്ഥാനങ്ങൾ, ഇതെല്ലാം തന്നെ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഈ സന്ദീപുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമാവുന്നത്. ഇന്ന് അതിരാവിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇക്കാര്യം എന്നെ അറിയിച്ചിരുന്നു. നമ്മളുടെ ന്യൂസ് ഡെസ്കുമായി ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഞാൻ ചെയ്തിരുന്നു. സന്ദീപ് വാര്യരെ ബന്ധപ്പെട്ടപ്പോൾ പക്ഷേ പൂർണ്ണമായി അദ്ദേഹം ഇക്കാര്യം തള്ളുകയാണ് ഉണ്ടായത്. സന്ദീപ് പറഞ്ഞത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നുള്ള സ്ഥിരീകരണമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ നമുക്ക് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. സന്ദീപ് VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി ചില സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അക്കാര്യങ്ങളൊന്നും ആയിരിക്കില്ല KPCCയുടെ വാർത്താ സമ്മേളനത്തിൽ പറയാൻ പോകുന്നത്. എത്ര മണിക്കാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടിയോ? സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനം വിളിച്ചല്ല ഈ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. KPCC വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ എന്ന BJPയുടെ ചാനൽ ചർച്ചകളിലെ അടക്കം തീപാറുന്ന മുഖം പാർട്ടിയിൽ ചേരുമെന്നുള്ള കാര്യം അറിയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെത്തല്ലൂരിൽ നിന്നുള്ള നേതാവാണ്. അവിടെ പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള നേതാവാണ്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന് നല്ല പേരുകൾ ഉണ്ടായിരുന്നു. പാലക്കാട് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് S വിജയകുമാർ കൂടി ചേരുന്നു. നിഖിൽ, താങ്കൾ ലൈനിൽ നിൽക്കുക. വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അവസാനം ആ ഇടച്ചിൽ അദ്ദേഹത്തിൻ്റെ യാത്ര കോൺഗ്രസിലെത്തുന്നു. സന്ദീപ് വാര്യർ കൈ പിടിക്കുന്നു. പറയൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്തകളിൽ ഒന്നാണ് സന്ദീപ് വാര്യർ BJP വിടുന്നു എന്നത്. BJPയുടെ മാധ്യമ ചർച്ചകളിലെ മുഖമാണ് സന്ദീപ് വാര്യർ. ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ ഏതാനും ആഴ്ചകളായി സന്ദീപ് വാര്യർ BJPയുമായി അകന്നു നിൽക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി BJP സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് K സുരേന്ദ്രൻ ഉൾപ്പെടുന്ന പാർട്ടിയുടെ കേരളത്തിലെ നേതൃത്വവുമായി സന്ദീപ് വാര്യർക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. സന്ദീപ് വാര്യർക്ക് പരിഗണന കിട്ടുന്നില്ല. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, BJPയുടെ ചാനൽ ചർച്ചകളിലെ ഒരു മുഖമാണ് എന്നതിനപ്പുറത്തേക്ക് പാർട്ടി വേദികളിൽ പരിഗണന കിട്ടുന്നില്ല. പാലക്കാട് BJPയുടെ കൺവെൻഷനിൽ സന്ദീപ് വാര്യർക്ക് വേദിയിൽ ഇടം കിട്ടിയില്ല. അവിടുന്ന് അപമാനിതനായി പുറത്തു പോകേണ്ടി വന്നു തുടങ്ങിയ കാരണങ്ങളാണ് സന്ദീപ് വാര്യർ ഈ നിസ്സഹകരണത്തിന് കാരണമായി പുറത്തു പറഞ്ഞിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നേതൃത്വവുമായി സന്ദീപ് വാര്യർക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല ഘട്ടങ്ങളിലും സന്ദീപ് വാര്യർക്ക് വേണ്ടത്ര പരിഗണന, ഒരു സ്പേസ് BJPയിൽ കിട്ടുന്നില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. സന്ദീപ് വാര്യരുമായി BJPയിലെ ചില നേതാക്കൾക്ക് ചില വിഷയങ്ങളിൽ കടുത്ത വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാകുമ്പോഴേക്കും അത് കുറെ കൂടി ശക്തമാകുന്നു. സംസ്ഥാന നേതൃത്വത്തിലെ ചിലരുമായി കലഹിച്ച് സന്ദീപ് വാര്യർക്ക് പാലക്കാട്ടു നിന്ന് പ്രചാരണം അവസാനിപ്പിച്ച് പോകേണ്ടി വരുന്നു. ഇപ്പോൾ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ സന്ദീപ് വാര്യരുമായി ഒരു അനുരഞ്ജനത്തിന് ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. പാലക്കാട്ടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, സ്ഥാനാർത്ഥി കൂടിയായ കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് ആ ജില്ലയിലുള്ള സ്വാധീനം, അത് സന്ദീപ് വാര്യരും കൃഷ്ണകുമാരും തമ്മിലുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്കൊക്കെ മാറുന്നു. പാലക്കാട് മത്സരിക്കാൻ സന്ദീപ് വാര്യർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവിടെ BJP നേതൃത്വം വാര്യരെ പരിഗണിച്ചില്ല. അവിടെ കൃഷ്ണകുമാറിനെ പരിഗണിക്കുന്നു. ഇനി കൃഷ്ണകുമാറിനല്ല സീറ്റെങ്കിൽ ശോഭാ സുരേന്ദ്രനോ അതല്ലെങ്കിൽ K സുരേന്ദ്രൻ തന്നെയോ മത്സരിച്ചേക്കും. അവിടെ സന്ദീപ് വാര്യരുടെ പേര് ആ നിലയിൽ ചർച്ച ചെയ്തില്ല BJP. അങ്ങനെ പല വിഷയങ്ങളിൽ സന്ദീപ് വാര്യരും BJP സംസ്ഥാന ഘടകവും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ആ നിർണായക തീരുമാനം സന്ദീപ് വാര്യർ എടുക്കുന്നത്. അദ്ദേഹം പാലക്കാട്ടു നിന്നുള്ള നേതാവ് കൂടിയാണ്. അതുകൊണ്ട് ആ നിലയിൽ കൂടി ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് മറ്റൊരു തരം ചർച്ചയാവുകയാണ്. കോൺഗ്രസിലേക്ക് പോകുന്നു. കോൺഗ്രസുമായി അദ്ദേഹം നടത്തിയ ചർച്ച, KPCC നേതൃത്വം അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള അത്തരം നേതാക്കളുമായി സന്ദീപ് വാര്യർ നടത്തിയ ചർച്ചയിൽ ഒരു ധാരണയായിരിക്കുന്നു. BJP വിടാനുള്ള തീരുമാനം സന്ദീപ് വാര്യർ പ്രഖ്യാപിക്കും. കോൺഗ്രസ് നേതാക്കൾ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ആ തീരുമാനം ഇന്ന് അറിയിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സന്ദീപ് വാര്യർ അതിനുശേഷമായിരിക്കും അതിൽ
വിശദമായ ഒരു മറുപടി നൽകുക. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ BJP വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ ആ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് സന്ദീപ് വാര്യർ, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു. നേതൃത്വത്തിനെതിരെ സന്ദീപ് വാര്യർക്ക് പലതും പറയാനുണ്ടാകും. അത് ഈ ചുരുങ്ങിയ സമയത്ത് അവിടെ പാലക്കാട്ട് വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നു എന്നതിനപ്പുറത്തേക്ക് പുറത്തു പോകുന്ന വാര്യർ, സന്ദീപ് വാര്യർ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പറയാൻ പോകുന്നു? BJPക്കകത്തെ ആഭ്യന്തര രാഷ്ട്രീയം നന്നായി അറിയാവുന്നയാൾ കൂടിയാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് പുറത്ത് എന്തൊക്കെ പറയുന്നു എന്നതൊക്കെ വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് സ്വാധീനം ചെലുത്തുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇനി സന്ദീപ് വാര്യർ എന്ത് ചെയ്തോട്ടെ അതിനെ അവഗണിച്ചു പോവുക എന്നതായിരുന്നു BJP നയം. സന്ദീപ് വാര്യരുമായി അനുരഞ്ജനത്തിന്